ഞാൻ ചോദിക്കുന്നത് 72 വയസ്സുള്ള കേരളത്തിന്റെ ഗവർണർ കാറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ നിന്ന് ഓടിയ 7 SFIക്കാർ എവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോ? ഞാൻ പറയുന്നത് എത്രയും പെട്ടെന്ന് യൂത്ത് കോൺഗ്രസ് ഞങ്ങൾ ചില കായിക പരിശീലന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ആ 7 SFIക്കാർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. ഓടിപ്പോയ SFIക്കാർ എത്രയും പെട്ടെന്ന്, ഗവർണറെ കാറ് തുറന്നപ്പോൾ ഓടിപ്പോയ SFIക്കാർ എത്രയും പെട്ടെന്ന് തിരിച്ചു വരണം. അവർക്ക് നല്ല പരിശീലനം നമ്മൾ കൊടുത്താൽ അവർ വരാൻ പോകുന്ന ഒളിമ്പിക്സിൽ 100 മീറ്ററിനോ 200 മീറ്ററിനോ ചാടിക്കടന്നു പോയൊരുത്തനുണ്ട്. അവന് ഹർഡിൽസിനോ ഉയർന്നു ചാടി ഒരുത്തനുണ്ടായിരുന്നു. അവന്റെ വിഷയം നമ്മൾ കണ്ടു. അവനെ ഹൈ ജമ്പിനും അതുപോലെ തന്നെ ഇപ്പോഴും ഓടിയിട്ട് തിരിച്ചു വരാത്തൊരുത്തനുണ്ട്. അവനെ മാരത്തോണിൽ മത്സരിപ്പിച്ചാൽ ഇന്ത്യക്ക് ഒളിമ്പിക്സിൽ ഇത്രയേറെ സ്വർണ്ണ മെഡലുകൾ SFIക്കാർ വഴി കിട്ടും. എന്തായാലും ഓടിപ്പോയ SFIക്കാർ തമിഴ്നാട് അതിർത്തി കടന്നിട്ടുണ്ട് എങ്കിൽ യൂത്ത് കെയർ പ്രവർത്തകർ അവരെ കേരളത്തിലേക്ക് എത്തിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. അവർക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം യൂത്ത് കോൺഗ്രസ് കൊടുക്കുമെന്നാണ് പറയാനായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് കരിങ്കൊടി കാണിക്കാൻ പോകുമ്പോൾ SFIക്കാരൻ ലക്ഷക്കണക്കിന് ആളുകളുമായിട്ടല്ല പോയത്, 7 പേരുമായിട്ടാണ് പോയത്. ഞങ്ങൾ അതിൽ കൂടുതൽ ആളുകളുമായിട്ടാണ് കരിങ്കൊടി കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കരിങ്കൊടി സമരങ്ങൾ ഇങ്ങനെയാണ് കാലാകാലങ്ങളായി ചെയ്യുന്നത്. അതിനെ തല്ലിയൊടുക്കാൻ ശ്രമിച്ചാൽ പിണറായി വിജയൻ തല്ലി ഒതുക്കും തോറും, പിണറായി വിജയന്റെ ജീവൻ രക്ഷാസേന തല്ലി ഒതുക്കും തോറും ആ സമരത്തിന്റെ വീര്യം കൂടുകയാണ്. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ. ഈ നവകേരള സദസ്സിനെതിരായിട്ട് കേരളത്തിലെ ജനങ്ങൾ നിൽക്കുകയാണ്. ഇനി മാധ്യമപ്രവർത്തകരായി നിങ്ങളിൽ പലരും ഒറ്റയ്ക്ക് കാണുമ്പോൾ പറയുന്ന അഭിപ്രായങ്ങൾ നമ്മൾ സ്വകാര്യമായി പറയുന്ന കാര്യം പരസ്യമായി പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ട് മാത്രമേ പറയാത്തത്. നിങ്ങൾക്ക് പ്രതിഷേധമില്ലേ? മാധ്യമപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങളുടെ ഫ്രട്ടേണിറ്റിയിൽ നിന്ന് ഒരാൾ ആക്രമിക്കപ്പെട്ടു, വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പോയതിന്റെ പേരിൽ മാത്രം അതിക്രൂരമായി പരിക്ക് പറ്റി, നിങ്ങൾക്ക് പ്രതിഷേധമില്ലേ? CPM പ്രവർത്തകർക്ക് കേരളത്തിൽ പ്രതിഷേധമില്ലേ? യാത്ര ചെയ്യുന്ന സമയത്ത് എത്രയോ CPM പ്രവർത്തകരാണ് നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നത്, എങ്ങനെയെങ്കിലും നിങ്ങൾ കുറെ കൂടെ സമരം ചെയ്തിട്ട് ഈ നശിച്ച സർക്കാരിനെ ഒന്ന് താഴെ ഇറക്കണമെന്ന് പറയുന്ന എത്രയോ CPMന്റെ പ്രവർത്തകരുണ്ട്, എത്രയോ CPIയുടെ പ്രവർത്തകരുണ്ട്. അതേ കണക്കിന് തന്നെ കേരളത്തിലെ BJPയുടെ പ്രവർത്തകരും ഈ സർക്കാർ താഴെ ഇറങ്ങണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ എന്താ പ്രശ്നം? BJPയുടെ നേതാക്കന്മാർക്ക് കാഷ്യൂനട്ട് കോംപ്രമൈസിന്റെ ഭാഗമായിട്ട് അവർക്ക് സമരമില്ല. BJPക്ക് സമരമില്ല ഈ വിഷയത്തിനകത്ത്. BJPക്ക് ഈ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രതിഷേധം ഏറ്റെടുക്കാൻ താല്പര്യമില്ല. അപ്പൊ ആ വിഷയമാണ് സൂചിപ്പിച്ചത്. ഇതിനകത്ത് ഈ നവകേരള സദസ്സ് എന്ന പേരിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഡ്ജസ്റ്റ്മെന്റ് നാടകത്തിനകത്തെ പ്രൊഡ്യൂസർ റോളിലാണോ BJP എന്ന് അവരാണ് പറയേണ്ടത്.